പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്നലെ എവിടെ പോയിരുന്നു? ഇന്നലെ അടൂർ വരെ പോയിരുന്നു. എന്തിനു പോയി? എന്തിനു പോയി എന്നുള്ളത് കാര്യം ഒരു നല്ല കർമ്മത്തിന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. നെല്ലിമൂട്ടിലെ അമ്മച്ചി അവിടെ അടൂരിലെ പ്രശസ്തമായൊരു കുടുംബമാണ് നെല്ലിമൂട്ടിൽ എന്ന് പറയുന്നത്. ഈ നെല്ലിമൂട്ടിൽ അമ്മച്ചിയുടെ കുടുംബയോഗമായിരുന്നു ഇന്നലെ. നെല്ലിമൂട്ടിൽ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും ചരിത്രത്തിൽ, തിരുവിതാംകൂറിലെ ചരിത്രത്തിൽ സ്ഥാനം നേടിയ ഒരാളാണ്. നമ്മുടെ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ ഒളിവ് ജീവിതത്തിനിടയിൽ 14 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ എട്ടുവെട്ടി പിള്ളമാരും അവരെ സ്നേഹിക്കുന്ന ആളുകളും എല്ലാം കൂടി അടുത്ത കിരീടാവകാശിയായ മാർത്താണ്ഡവർമ്മയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ചാരന്മാരും എല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടുന്നു. അദ്ദേഹം ഒരു സംഘം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളുമായി അദ്ദേഹം രാജ്യം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് കാട് കയറി അദ്ദേഹം അങ്ങനെ പല സ്ഥലങ്ങളിലും അലഞ്ഞ് ദാഹിച്ച് പരവശനായി അടൂരിനടുത്ത് എത്തുമ്പോൾ ഒരു തരകൻ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ സംഘം എത്തുന്നു. അവർ പക്ഷേ ദാഹിച്ച വെള്ളം പോലും കൊടുത്തില്ല എന്നാണ് ചരിത്രം. അത് കഴിഞ്ഞ് ഒരു ആദിവാസിയോട് അവർ ചോദിക്കുന്നു, ഇനി എവിടെയെങ്കിലും പോകാൻ ഇടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനടുത്ത് വേറൊരു വീടുണ്ട് നെല്ലിമുട്ടിൽ അമ്മച്ചിയുടെ, അവിടെ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. അപ്പോൾ നെല്ലിമുട്ടിൽ അമ്മച്ചി 2 കുട്ടികളുടെ മാതാവാണെന്ന് 37 വയസ്സ് പ്രായമുണ്ട്. അവിടെ മാർത്താണ്ഡവർമ്മ അനുചരന്മാരോടൊപ്പം എത്തുന്നു. അവിടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പരിചാരങ്ങളും ഒക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. ബിഷപ്പിന് ആഹാരം, വെള്ളം എല്ലാം കൊടുക്കുന്നു, വിശ്രമിക്കാൻ എല്ലാം കൊടുക്കുന്നു. 14-കാരനായ തേജസ്സുള്ള മാർത്താണ്ഡവർമ്മയെ കണ്ടപ്പോൾ ഈ കുട്ടി നടന്നലഞ്ഞ് വല്ലാതെ ക്ഷീണിച്ച് പരവശനായല്ലോ, ഇന്ന് പോകേണ്ട, ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. പക്ഷേ രാത്രിയായാൽ ചാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എട്ടുവീട്ടി പിള്ളമാരുടെ വാൾ അദ്ദേഹത്തിൻ്റെ ഖഡ്ഗം അദ്ദേഹത്തിൻ്റെ മേൽ പതിക്കുമെന്ന് സംശയമുള്ള മാർത്താണ്ഡവർമ്മ കാട് കയറി. അദ്ദേഹം കുറേ കാലം കഴിയുമ്പോൾ അദ്ദേഹം 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം തിരുവിതാംകൂറിലെ കിരീടാവകാശിയാകുന്നു. രാജാവായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്തൊരു കാര്യം വളരെ പ്രസിദ്ധമാണ്. ഐതിഹ്യമാലയിലേക്കുള്ള ഒരു സംഭവമാണിത് കേട്ടോ. ഒരു നമ്പൂതിരി ഈ നെല്ലിമൂട്ടിൽ അമ്മച്ചിയുടെ വീട്ടിലെത്തുന്നു. അവിടെ അയാൾ രാത്രി ഉറങ്ങുന്നു. അമ്മച്ചിയോട് അവിടെ കിടക്കാൻ അനുവാദം ചോദിച്ചു, കൊടുത്തു. അവിടെ ഉറങ്ങുന്നു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒരു കിഴി മറന്നു വെച്ച് പോയി. അതിനകത്ത് കിഴിയിൽ സ്വർണ്ണമൊക്കെ ആയെന്നാണ് പറയുന്നത്. പിറ്റേന്ന് അദ്ദേഹം സ്ഥലമിട്ടു, കിഴി അവിടെ ബാക്കിയായി. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തിരുവിതാംകൂർ രാജാവ് അയച്ചതെന്ന് കരുതി ഒരു ഭടൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. തിരുവിതാംകൂർ രാജാവിനെ മുഖം കാണിക്കാൻ പറയുന്നു. അപ്പോൾ ഈ അമ്മച്ചിയും മറ്റുള്ളവരും ഭയന്നു. കാരണം ഈ കിഴി മോഷ്ടിച്ചെടുത്തതായി ആരോപണമുയർന്നിട്ട് ഇനി മോഷണത്തിന് മറുപടി പറയാൻ വേണ്ടി വിളിക്കുകയാണോ, തല പോകുമെന്ന് ഭയന്നവരിയ്ക്കുമ്പോൾ രാജകൊട്ടാരത്തിലെത്തുമ്പോൾ മാർത്താണ്ഡവർമ്മ ചോദിക്കുന്നു, ഇവിടെ നിൽക്കുന്ന ആരെയെങ്കിലും കണ്ടതായി ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കാരെയും ഓർമ്മയില്ല. അപ്പോൾ ചോദിക്കും, എനിക്കൊരു അമ്മച്ചിയുണ്ട് നെല്ലിമൂട്ടിൽ, ആ അമ്മച്ചിയെ കണ്ട ഒരാളാണ് ഞാൻ എന്ന് പറയുന്നു. ഒരുപക്ഷെ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മയല്ലാതെ വേറൊരാളെ അമ്മച്ചിയായി വിളിച്ച ചരിത്രമില്ല. അതോടെ അമ്മച്ചിക്ക് പട്ടും വളയും എല്ലാം കൊടുക്കുന്നു, അടൂരിലെ അമ്മച്ചിയായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഹോസ്പിറ്റാലിറ്റി, അതായത് ആതിഥ്യ മര്യാദ എന്തെന്ന് മാർത്താണ്ഡവർമ്മയുടെ ചെറിയ പ്രായത്തിൽ കാണിച്ച ഈ അമ്മച്ചി ചരിത്രത്തിൽ സ്ഥാനം നേടി. ഞാൻ പറയുന്നത് 1720 നടക്കുന്ന ഒരു സംഭവമാണ്. 300 കൊല്ലങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഈ 300 കൊല്ലത്തിന് ശേഷം നെല്ലിമൂട്ടിൽ അമ്മച്ചി ആളുകൾ ഓർമ്മിക്കുകയാണ് ഈ ഹോസ്പിറ്റാലിറ്റിയുടെ പേരിൽ. നമ്മുടെ ടൂറിസം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? ഹോസ്പിറ്റാലിറ്റിയാണ്, ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്. ഞാൻ മന്ത്രി PA മുഹമ്മദ് റിയാസിനോട് പറയുന്നൊരു കാര്യം, നെല്ലിമൂട്ടിൽ അമ്മച്ചിയുടെ പേരിൽ ഒരു അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കണം. സംസ്ഥാനത്ത് ഏറ്റവും നല്ല ടൂറിസം രീതികൾ, ഏറ്റവും കൂടുതൽ ആളുകളോട് ആതിഥ്യ മര്യാദ കാണിക്കുന്നവർ, ടൂറിസ്റ്റുകളെ ബഹുമാനിക്കുന്നവർ, ആദരിക്കുന്നവർ, അവരിൽ ഏതെങ്കിലും ഒരാളെ, ഒരു വ്യക്തിയോ ഒരു കമ്പനിയോ തിരഞ്ഞെടുത്ത് നെല്ലിമൂട്ടിൽ അമ്മച്ചിയുടെ പേരിൽ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കണം. നെല്ലിമൂട്ടിൽ അമ്മച്ചി ഒരു പ്രതീകമാണ്, ബിംബമാണ്. സ്നേഹത്തിനും വാത്സല്യത്തിനും, അമ്മിഞ്ഞപ്പാലിൻ്റെ ഗന്ധം നമുക്ക് അനുഭവിക്കുന്ന ഒരു മാതാവിൻ്റെ മാതൃവാത്സല്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് നെല്ലിമൂട്ടിൽ അമ്മച്ചി. ഇന്നലെ നടന്ന കുടുംബയോഗത്തിലേക്ക് ഇനി നമ്മൾ കടന്നില്ലെന്നു. എട്ടുവീട്ടിൽ പിള്ളമാരെ ഭയന്ന് അലഞ്ഞുതിരിഞ്ഞ 14-കാരനായ മാർത്താണ്ഡവർമ്മയ്ക്ക് നെല്ലിമൂട്ടിൽ ഉണ്ണുണ്ണിയമ്മ ആതിഥ്യമരുളി എന്നാണ് ചരിത്രം. പാരമ്പര്യ പെരുമയിൽ തലമുറകൾ ഒന്നിക്കുന്നു. ഇത്തവണ വാർഷിക കുടുംബയോഗത്തിന് മുഖ്യാതിഥിയായത് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ. ഒരുപക്ഷെ മാർത്താണ്ഡവർമ്മയെ പോലെ തിരുവിതാംകൂർ കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഒരു മഹാരാജാവിൻ്റെ മനസ്സ് അടിച്ചുലച്ച് കളഞ്ഞ ഒരു അമ്മച്ചിയുടെ വലിയ രൂപം. വീട്ടിൽ കടന്നു വരുന്നൊരു അതിഥി അവൻ്റെ മേൽവിലാസം എന്തെന്നറിയാതെ, അവൻ്റെ പൈതൃകം ഏതെന്നറിയാതെ, അവൻ്റെ യാത്ര തുടങ്ങിയതോ ഒടുങ്ങുന്നതോ ഇവിടെയാണെന്നറിയാതെ
അയാളെ സൽക്കരിക്കുകയും അയാളുടെ ആമാശയത്തിന് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരമ്മച്ചിയുടെ അവതാരം. ചടങ്ങിൽ വൈദികരുൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാടമ്പശ്ശേരിക്കുമൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. എൻ്റെ കൊല്ലം എസ് എൻ കോളേജ് ജീവിതകാലത്ത് മലയാളം പ്രസംഗ മത്സരത്തിനൊക്കെ ഞാൻ പോകുമ്പോൾ ഇംഗ്ലീഷ് പ്രസംഗ മത്സര വേദിയിൽ കണ്ടുമുട്ടിയ മേരി കുര്യൻ ഈ കുടുംബയോഗത്തിലെ ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് വന്നൊരു പിന്തുടർച്ചക്കാരിയായിട്ട് വേണമെങ്കിൽ പറയും. നെല്ലിമുട്ടിലെ അമ്മച്ചിയുടെ സവിധത്തിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയത് ഈ മേരി കുര്യനും അവരുടെ ധർമ്മഭർത്താവ് ഡോക്ടർ അലക്സ് ജോർജുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ആശംസകൾ. നെല്ലിമുട്ടിലെ അമ്മച്ചി കേരളത്തിൻ്റെ ഒരു പ്രതീകമാകട്ടെ, വാത്സല്യത്തിൻ്റെ ഒരു പ്രതീകമാകട്ടെ. മരം കൊള്ളുന്ന വെയിലാണ് തണൽ എന്ന് പറഞ്ഞില്ലേ, ഈ അമ്മച്ചി അങ്ങനെ ഒരു തണലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.